സ്വാമി, ആഗതനായാലും ഉപവിഷ്ടനായാലും അവിടുന്ന് ആരാണാവോ? തീർത്ഥാടനത്തിന് പുറപ്പെട്ടിറങ്ങിയ ഒരു ഭിക്ഷാന്തേഹിയാണ്. കൃഷ്ണന്റെ അമ്മ യശോദ അല്ലേ? അതെ സ്വാമി. നേരിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയിച്ചാലും. സർവസംഘ പരിത്യാഗിയായ നാം അമ്പാടിയിൽ വന്നത് എന്തിനാണെന്ന് പ്രത്യേകിച്ച് ചോദിച്ചറിയേണ്ട കാര്യമുണ്ടോ? പുണ്യജന്മമായ ഉണ്ണിക്കണ്ണനെ ഒരു നോക്കു കാണാൻ. പല തീർത്ഥാടന കേന്ദ്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് നിരവധി നാടും നഗരങ്ങളും പിന്നിട്ടാണ് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. യമുനാതടത്തിലുള്ള അതിസുന്ദരമായ ഈ വ്രജഭൂമിയിൽ കാലുകുത്തിയപ്പോൾ നാം പറഞ്ഞറിയിക്കാനാവാത്തൊരു നിർവൃതി വിശേഷം അനുഭവിക്കുകയുണ്ടായി. മറ്റൊരു മണ്ണിനും പ്രദാനം ചെയ്യാൻ കഴിയാത്ത ഒരു മാസ്മരിക ശക്തി. ആ ശക്തി നിന്റെ മകൻ ഉണ്ണിക്കണ്ണൻ്റെ കാലടിപ്പാടുകൾ പതിഞ്ഞപ്പോൾ ഈ മണ്ണിനുണ്ടായ ചൈതന്യമാണെന്ന് നാം മനസ്സിലാക്കുന്നു. സ്വാമി, അതെ, പൂതനയുടെയും ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും ഒക്കെ നിഗ്രഹ കഥകൾ പലരും പറഞ്ഞു കേട്ടു. പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന കുഞ്ഞിൻ്റെ മുഖകാന്തിയെക്കുറിച്ചും ധാരാളം കേട്ടു. അസുരാന്തകനും തേജോമയനുമായ ഉണ്ണിക്കണ്ണനെ കണ്ട് സായുജ്യമടയുവാനാണ് നാം വന്നത്. എന്താ, കുഞ്ഞിനെ കാണാൻ അനുവദിക്കില്ലേ? അനുവദിക്കില്ലേന്നോ? അങ്ങെപ്പോലുള്ള മഹാനുഭാവന്മാരുടെ നാവുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ അപദാനങ്ങൾ ചൊല്ലിക്കേൾക്കുന്നതിനപ്പുറം ഈ അമ്മയ്ക്ക് എന്ത് ആനന്ദമാണുള്ളത്? അങ്ങയുടെ ദർശനം കുഞ്ഞിനൊരു അനുഗ്രഹമായിരിക്കും. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരാം. എന്താ യശോദ ഒരു സന്ദേഹം? അങ്ങ് ക്ഷമിക്കണം, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. കണ്ണൻ ഉറങ്ങുകയാണ്. വിളിച്ചുണർത്തിയാൽ ശാഠ്യം പിടിച്ച് കരയും. പിന്നെ ശാന്തനാക്കാൻ എളുപ്പമല്ല. ദയവായി അങ്ങ് മറ്റൊരിക്കൽ വരണം. യശോദയുടെ മനംമാറ്റത്തിനുള്ള കാരണം നാം മനസ്സിലാക്കുന്നു. ഓരോരോ രൂപത്തിലും ഭാവത്തിലുമാണല്ലോ ദാനവന്മാർ കണ്ണനെ വധിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത്. നാം കണ്ണനെ വധിക്കാൻ കപടസന്യാസി വേഷം ധരിച്ചു വന്ന ഒരു അസുരനാണെന്ന് യശോദ ശങ്കിക്കുന്നു, അല്ലേ? സ്വാമി, അതിപ്പോ മനസ്സിലായി. ന്യായമായും ശങ്കിക്കാമല്ലോ. പക്ഷേ ലൗകിക സുഖങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉപേക്ഷിച്ച് തികച്ചും വൈരാഗിയായി മോക്ഷപ്രാപ്തിക്കായി ഇറങ്ങിത്തിരിച്ച ഒരു സാധു സന്യാസിയാണ് നാം. വിശ്വസിക്കുക. അഥവാ നാം കാപട്യക്കാരനാണെങ്കിൽ കണ്ണൻ എന്നെ വധിക്കുമെന്ന് ഉറപ്പാണല്ലോ. കുഞ്ഞിനെ വിളിക്കുക. എനിക്കവനെ ഒന്ന് കണ്ടേ മതിയാവും. വിളിച്ചോളൂ. അമ്പാടിയിലെ കൃഷ്ണനുണ്ണിയെ കാണാൻ വന്നതാ മോളെ. നിങ്ങൾ വൃദ്ധയുടെ വേഷത്തിൽ കൃഷ്ണനെ അപായപ്പെടുത്താൻ വന്ന മായാവിയല്ലേ? ശിവ ശിവ, എന്താ ഈ പറയുന്നത്? ഞാൻ മായാവി ഭൂതം ഒന്നുമല്ല. എന്റെ സ്വദേശം ഹസ്തിനപുരിയില്ല. ഇവിടെ അടുത്താ എന്റെ മോളെ സംബന്ധം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അവൾക്കുമുണ്ട് കണ്ണന്റെ പ്രായത്തിലൊരു ആൺകുഞ്ഞ്. അമ്പാടി കുഞ്ഞിന്റെ വിശേഷം എന്നോട് പറഞ്ഞത് എന്റെ മോളാ. തിരിച്ചു പോരുമ്പോ അമ്പാടി കയറി കണ്ണനെ ഒന്ന് കണ്ടിട്ട് വരണേ അമ്മേന്ന് അവൾക്കൊരേ നിർബന്ധം. അതുകൊണ്ടാ കയറിയത്. മോൻ ഉണർന്നില്ലേ മോളെ? ഇല്ല, ഉണർന്നിട്ടില്ല. സമ്മതിക്കരുത് മോളെ. തീരെ ചെറിയ കുഞ്ഞുങ്ങളായാലും സൂര്യനുദിച്ചു പൊങ്ങുന്നതുവരെ ഉറങ്ങാൻ സമ്മതിക്കരുത്. നേരത്തെ കാലത്തെ വിളിച്ചുണർത്തി ശീലിപ്പിക്കണം. കണ്ണൻ ഭയങ്കര വെണ്ണപ്രിയനാണ് അല്ലേ മോളെ? അതും മോള് പറഞ്ഞു. അവിടെയും പൈക്കളും കറവയും ഒക്കെ ഉണ്ട്. കണ്ണന് കൊടുക്കാൻ അവള് കുറെ വെണ്ണയും തന്നയിച്ചിട്ടുണ്ട്.
കണ്ണനീ സന്യാസിയെ പേടിയുണ്ടോ? പേടിയുണ്ടോന്ന്? എനിക്ക് പേടിയേ ഇല്ല. നല്ല മുത്തശ്ശനാ. മുത്തശ്ശൻ ഇട്ട കുതിക്ക് നല്ല തണുപ്പ്. എന്തൊരു മണം. എന്റെ പുന്നാര മുത്തശ്ശനാ. അമ്മേ, വെണ്ണയുടെ മണം. വെണ്ണ എവിടെ അമ്മേ? കള്ളൻ, വെണ്ണ കൊതിയൻ. പെട്ടെന്ന് മണം പിടിച്ചു കളഞ്ഞല്ലോ. ഇതാ മോനെ വെണ്ണ. എവിടെ? മുത്തശ്ശി തന്ന വെണ്ണ കൊള്ളാമോ കണ്ണ? കൊള്ളാം. നല്ല രുചി. അമ്മ ഉണ്ടാക്കുന്ന വെണ്ണയേക്കാൾ നല്ല രുചിയുണ്ട്. മുത്തശ്ശി ഇനി വരുമോ? വരണമല്ലോ. ഇടയ്ക്കിടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ മുത്തച്ഛൻ ഇനി വരണ്ടേ മോനെ? വന്നോ. പക്ഷെ മുത്തശ്ശൻ എനിക്ക് വലിയ ഉള്ളുള്ള വെണ്ണ കൊണ്ടുവരണം. ശരി, കൊണ്ടുവന്നേക്കാം. മോൻ പോയി കളിച്ചോളൂ. അമ്മ, ഞാൻ കളിക്കാൻ പോട്ടെ? എന്താ യശോദേ, ഭയമൊക്കെ മാറിയോ? ഞങ്ങൾ മായാവികളല്ലെന്ന് ബോധ്യമായില്ലേ? ക്ഷമിക്കണം സ്വാമി, ഞാനൊരു പൊട്ടിയാണ്. ഉത്തമരേത് അധമരേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു പൊട്ടി. എൻ്റെ അവിവേകത്തിന് മാപ്പ് തരണം. വേണ്ട, മാതാവിൻ്റെ ഉത്കണ്ഠ മകൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ. അത് അവിവേകമല്ല, കനിവുള്ള മാതൃത്വത്തിൻ്റെ വിവേകമാണ്. മംഗളം ഭവിക്കട്ടെ. മംഗളം ഭവിക്കട്ടെ.